സീ ആൻഡ് വാച്ച് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ? ലെറ്റ്സ് പ്രൂവ് ത്രൂ ദി എക്സാമ്പിൾസ്. ഐ സോ എ ബേർഡ് ഇൻ ദ ഗാർഡൻ. ഞാൻ ഒരു പക്ഷിയെ ഗാർഡനിൽ കണ്ടു. ഗാർഡനിൽ ഞാനൊരു പക്ഷിയെ കണ്ടു. അതെങ്ങനെയാണ്? ഞാൻ ജസ്റ്റ് ഒന്ന് കാണുന്നു അല്ലേ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു. കണ്ട കാര്യം. സി എന്നതിൻ്റെ പാസ്റ്റാണ് സോ. അപ്പോൾ നമുക്ക് ചോദിക്കാം, വാച്ച് അവിടെ ഉപയോഗിക്കാൻ കഴിയുമോ? നോക്കാം. ഐ വാച്ച്ഡ് എ ബേർഡ് ഇൻ ദ ഗാർഡൻ. ഐ വാച്ച്ഡ് എ ബേർഡ് ഇൻ ദ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം അർത്ഥമാണല്ലേ. സി എന്ന് പറഞ്ഞാലും വാച്ച് എന്ന് പറഞ്ഞാലും കാണുക എന്നുള്ള മീനിങ് ആണ് അവിടെ നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? ഐ വാച്ച്ഡ്. അതിൻ്റെ അർത്ഥം ഞാൻ വാച്ച്ഡ് എന്ന് പറയുമ്പോൾ വാച്ച് എന്നതിൻ്റെ പാസ്റ്റാണ് വാച്ച്ഡ്. അപ്പോൾ ഞാനതിനെ വാച്ച് ചെയ്തു, അതായത് ഒബ്സർവ് ചെയ്തു, ആക്റ്റീവായിട്ട് അതിനെ ഒബ്സർവ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ്. വാച്ചിൻ്റെ കുറേ അർത്ഥത്തിൽ ഒരർത്ഥമാണ് ഒബ്സർവ് ചെയ്യുക എന്നുള്ള മീനിങ്. അപ്പോൾ രണ്ടും കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിൽ ഐ സോ എ ബേർഡ് ഇൻ ദ ഗാർഡൻ എന്ന് പറയുക. നിങ്ങൾ അതിനെ കൂടുതൽ നേരം അതിനെ ഒബ്സർവ് ചെയ്യുകയും ആ ജീവിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഐ വാച്ച്ഡ് എ ബേർഡ് ഇൻ ദ ഗാർഡൻ എന്ന് പറയാം.